ഹലോ, വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ. നിഷാസ് വേൾഡ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇപ്പോൾ എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ 6ാം ക്ലാസ്സിലെ ഗണിതത്തിലെ ഫസ്റ്റ് ചാപ്റ്റർ, ഒന്നാമത്തെ പാഠം ആംഗിൾസ്, കോണുകളെ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു ചാപ്റ്ററിനെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു വൃത്തത്തെ സമഭാഗങ്ങളാക്കുന്ന രീതിയെ പറ്റി 5ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഉണ്ടല്ലോ, കൂട്ടുകാർക്കെല്ലാം അറിയാം. അപ്പം അതിൻ്റെ തുടർച്ച എന്നോണം 6ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതാണ് കോണുകൾ. അപ്പോൾ നമ്മളുടെ ഇൻസ്ട്രുമെന്റ് ബോക്സ് അറിയാലോ അല്ലേ? ഇൻസ്ട്രുമെന്റ് ബോക്സിലെ ഇതാണ്, ഇതിലെ ഓരോ ഇൻസ്ട്രുമെന്റിനെ പറ്റി നമുക്കറിയാം. അതിലെ മട്ടം, 2 മട്ടങ്ങൾ ഉണ്ടല്ലോ. ഈ 2 മട്ടങ്ങൾ വെച്ച് ഒരു വൃത്തത്തെ സമഭാഗങ്ങളാക്കുന്നതാണ് ആദ്യമായി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ എങ്ങനെയാണ് ആദ്യം പഠിക്കുന്നത്? 4 സമഭാഗങ്ങളാക്കുന്നത്. അപ്പൊ ആദ്യം ഒരു വൃത്തം വരയ്ക്കണം അല്ലെ? വൃത്തത്തെ വരയ്ക്കുന്നു. അപ്പൊ കൂട്ടുകാരെല്ലാവരും 3 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരയ്ക്കുക. ആരം എന്താണ്? വ്യാസം എന്താണ്? അതായത് ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ ആ കുട്ടികൾക്ക് റേഡിയസും ഡയാമീറ്ററും എന്നാണ് അറിയപ്പെടുക അല്ലെ? അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് അറിയാം. 5ാം ക്ലാസ്സിൽ നമ്മൾ വൃത്തത്തെ പല രീതിയിൽ പല അളവുകളിൽ പഠിച്ചിട്ടുള്ളതാണ് ആണല്ലോ. അപ്പോൾ ഇവിടെ 3 സെന്റിമീറ്റർ അളവെടുത്ത് ഒരു വൃത്തം വരയ്ക്കുക. കൂട്ടുകാരെല്ലാവരും വരച്ചോ? എല്ലാവരും ബുക്ക് എടുത്ത് ഇതുപോലെ 3 സെന്റിമീറ്ററിൽ ഒരു വൃത്തം വരയ്ക്കുക. വൃത്തം വരച്ചു കഴിഞ്ഞ് വൃത്ത കേന്ദ്രം, നമുക്ക് വൃത്തത്തിനൊരു കേന്ദ്രം ഉണ്ടായിരിക്കും അല്ലെ? കേന്ദ്ര ബിന്ദുവില് ഈ ഒരു മട്ടം കൊണ്ടാണ് നമ്മൾ 4 ഭാഗങ്ങൾ വരയ്ക്കാൻ പോകുന്നത്. ഈ ഒരു മട്ടമൂല എവിടെ വെക്കുന്നു? വൃത്തത്തില് വെക്കുക. വൃത്തത്തിന്റെ കേന്ദ്ര ബിന്ദുവിലായിട്ട് വെച്ചുകൊണ്ട് ഇങ്ങനെ വെക്കുക. എന്നിട്ട് വൃത്ത ബിന്ദുവിൽ നിന്നും കേന്ദ്രത്തിലേക്ക് ഒരു വര കൊടുക്കുക. അതേപോലെ എല്ലാവർക്കും കാണാനുണ്ടല്ലോ അല്ലെ? ഇത് ഇളകി പോകരുത് കേട്ടോ, ഉറച്ചു പിടിക്കണം. അങ്ങനെ ഉറപ്പിച്ച് പിടിക്കുക. എന്നതിന് ശേഷം അടുത്ത വൃത്തബിന്ദുവിൽ നിന്ന് കേന്ദ്രത്തിലേക്ക് ഒരു വര കൊടുക്കുക. അപ്പൊ നമുക്ക് ഈ വൃത്തത്തെ ഒരു ഭാഗമാക്കിയാലോ? നമ്മള് ആക്കിയല്ലേ? ഒരു ഭാഗം, വൃത്തത്തിന്റെ ഒരു ഭാഗം കിട്ടി. ഇതുപോലെ നമ്മള് 4 സമഭാഗങ്ങളാക്കണ്ട. അപ്പൊ ഈ ഒരു മട്ടത്തെ എങ്ങനെ പിടിക്കണം? ഇനി അടുത്തത് വരയ്ക്കുമ്പോൾ ഈ മട്ടമൂല കേന്ദ്രത്തിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ പിടിക്കാം. അപ്പൊ ഇവിടെ വരച്ചിട്ടുണ്ട്, ഓൾറെഡി നമ്മൾ ഇവിടെ വരച്ചതാണ്, ആയതുകൊണ്ട് ഇവിടെ വരയ്ക്കുന്നു. അപ്പൊ 2 സമഭാഗങ്ങളാക്കി, 2 ഭാഗമാക്കി അല്ലേ? ഇനി ഇതേപോലെ എന്ത് ചെയ്യാ? ഈ മട്ടമൂല ഇവിടെ വെക്കുക, വൃത്തബിന്ദുവിലേക്ക് വരയ്ക്കും. അപ്പൊ എന്തായി? നമുക്ക് 4 സമഭാഗങ്ങളായിട്ട് കിട്ടി. കണ്ടല്ലോ, 4 സമഭാഗങ്ങൾ. അപ്പൊ ഏത് മട്ടം കൊണ്ടാണ് നമ്മൾ അത് വരച്ചത്? 2 മട്ടം ഉണ്ട് അല്ലെ? അതിലെ ഈ മട്ടം കൊണ്ടാണ് ഈ 2 ഭാഗവും. ഇവിടെ 90 ഡിഗ്രിയാണ്. ഡിഗ്രി അളവെല്ലാം കൂടുതലായിട്ട് അടുത്ത ക്ലാസ്സുകളിൽ പറയാം, എന്നാലും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഈ മട്ടത്തിന്റെ ഈ മൂല, മട്ടമൂല 90 ഡിഗ്രി. ഇത് 45, ഇവിടെ 45. അപ്പൊ ഈ മട്ടമൂല വൃത്ത കേന്ദ്രത്തിൽ വെച്ചാണ്, കേന്ദ്ര ബിന്ദുവിൽ വെച്ചാണ് നമ്മൾ 4 ഭാഗങ്ങളാക്കിയിട്ട് വരച്ചത്. അതിനുപയോഗിച്ച മട്ടം ഇതാണ്. ഇനി ഇതുപോലെ നിങ്ങൾ വരച്ച് വിവിധ കളറുകളായിട്ട് കൊടുക്കുമല്ലോ ഓരോ ഭാഗങ്ങളിലും. നിങ്ങളുടെ ഇൻസ്ട്രുമെന്റ് ബോക്സിലുള്ള മട്ടം ഉപയോഗിച്ചുകൊണ്ട്, അതായത് സെറ്റ് സ്ക്വയർ ആണ്, സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചുകൊണ്ട് 4 സമഭാഗങ്ങളാക്കുക. ഈ 4 സമഭാഗങ്ങൾക്ക് വിവിധ കളറുകൾ കൊടുക്കുക. കൂട്ടുകാരെല്ലാവരും ചെയ്തുവല്ലോ? എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി അടുത്ത പ്രവർത്തനം നമുക്ക് 8 ഭാഗങ്ങളാക്കാം. ഇപ്പൊ എത്രയും നമ്മളാക്കിയത്? 4 സമഭാഗങ്ങളാക്കി അല്ലേ? ഇതുപോലെ നമുക്ക് 8 സമഭാഗങ്ങളാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അടുത്തതായി അടുത്ത പ്രവർത്തനം ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും റെഡിയാണല്ലോ? നോട്ട്ബുക്ക് എടുക്കുക, പെൻസിൽ കൊണ്ട് വേണം നമ്മൾ ഈ വൃത്തം വരയ്ക്കാൻ. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ? അപ്പോൾ നമ്മളെ മട്ടത്തിന്റെ ഈ മൂല ഉപയോഗിച്ച് 4 ഭാഗങ്ങളെ നമ്മൾ
4 ഭാഗങ്ങൾ വരച്ചു അല്ലേ? ഒരു വൃത്തത്തെ എങ്ങനെ 4 സമഭാഗങ്ങളാക്കി എന്നത് നമ്മൾ കണ്ടു. ഇനി അടുത്തത് ഈ ഒരു സെറ്റ് സ്ക്വയറിന്റെ ബാക്കി 2 മൂലകളും തുല്യമാണ്. 45 ഡിഗ്രി. ഇവിടെ 90, ഇവിടെ 45, 45. ഇനി 8 ഭാഗങ്ങളാക്കുന്നത് എങ്ങനെ? 8 സമഭാഗങ്ങളാക്കുന്നത് എങ്ങനെ? നമ്മൾ പപ്പട വട്ടത്തിൽ ഒരു വൃത്തം വരച്ചു അല്ലെ? ഈ പപ്പടത്തെ 4 സമഭാഗങ്ങളാക്കി. ഇനി അടുത്തത് ഈ 8 സമഭാഗങ്ങളാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമ്മളുടെ മട്ടത്തിന്റെ ഈ മൂല ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ 8 സമഭാഗങ്ങൾ വരയ്ക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുമല്ലോ. അപ്പോ നേരത്തെ വരച്ചതുപോലെ വൃത്ത ബിന്ദുവിലേക്ക് ഈ മട്ടത്തിന്റെ ഈ മട്ടമൂല കൊണ്ടുവന്ന് വെക്കുക. എന്നിട്ട് ഇങ്ങനെ വരയ്ക്കും. കണ്ടോ? ഓരോ ഭാഗം അല്ലേ? ഒരു ഭാഗം കിട്ടി. അപ്പോൾ ഈ വലിയ മട്ടൊന്നും അല്ലാത്തതിനാൽ വരയ്ക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. നിങ്ങൾ നോട്ട്ബുക്കിൽ വരയ്ക്കുമ്പോൾ വളരെ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു ഭാഗം കൊണ്ട് ഇങ്ങനെ വരച്ചു. അല്ലാതെ ശ്രദ്ധിക്കുമല്ലോ. വൃത്ത കേന്ദ്രത്തിലേക്ക് അടുപ്പിച്ച് വെക്കണം. ഇത് ഇളകി പോവരുത്. എന്നിട്ട് പെൻസിൽ കൊണ്ട് വരയ്ക്കാം. ഇനി അടുത്ത ഈ വരയിൽ നിന്ന് തന്നെ അടുത്ത ഭാഗം വരയ്ക്കാം. നമ്മളുടെ മട്ടമൂല കേന്ദ്രത്തിലാവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്ത് വരച്ചു. ശ്രദ്ധിച്ചുവല്ലോ. ഇനി ഇതിങ്ങനെ മാറ്റി മാറ്റി വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? 8 സമഭാഗങ്ങളാക്കി മാറ്റാം. ബിന്ദുവിൽ നിന്ന് വൃത്തകേന്ദ്രത്തിലേക്ക് വരയ്ക്കാം. അതുപോലെ ഓരോ വരയിലും മുട്ടിച്ച് നമ്മുടെ മട്ടമൂല വൃത്തകേന്ദ്രത്തിലാവാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് അമർത്തിപ്പിടിച്ച് വരയ്ക്കുക. 6ാം ക്ലാസ്സിലെ കുട്ടികളെല്ലാവരും നോട്ട്ബുക്കൊക്കെ എടുത്ത് ഇതേപോലെ ഇതിനോടൊപ്പം വരയ്ക്കാൻ ശ്രദ്ധിക്കുക. നമുക്കിവിടെ ഇങ്ങനെ അതുപോലെ ഇവിടെയും വരയ്ക്കുക. ശ്രദ്ധിക്കുക, ഇളകി പോവരുത്. നോട്ടിൽ വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇവിടെ ഇങ്ങനെ അളവുകളൊക്കെ നമ്മളിത് പിടിക്കുമ്പോൾ കറക്റ്റായിട്ട് വരണമെന്നില്ല. അപ്പോൾ എത്ര ഭാഗങ്ങളാക്കി? നോട്ടിൽ വരയ്ക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അളവ് കിട്ടും. പ്രത്യേകം ശ്രദ്ധിക്കുക. വൃത്തബിന്ദുവിലേക്ക് വരയ്ക്കാം. 1, 2, 3, 4, 5, 6, 7, 8 ഇങ്ങനെയാണ്. അപ്പോൾ 8 സമഭാഗങ്ങളാക്കുമ്പോൾ നമ്മൾ എങ്ങനെ എടുത്തത്? ഇവിടെയും 3 സെന്റിമീറ്റർ ആരമുള്ള വൃത്തം തന്നെയാണ് വരയ്ക്കേണ്ടത്. അതൊക്കെ വരയ്ക്കാൻ അറിയാലോ അല്ലേ? അങ്ങനെ വരച്ചതിന് ശേഷം നമ്മൾ മട്ടത്തിന്റെ ഈ മൂല ഉപയോഗിച്ചുകൊണ്ടാണ്, ഈ 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു മൂല ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ 8 സമഭാഗങ്ങളാക്കിയത്. കുട്ടികൾക്ക് മനസ്സിലായല്ലോ. ഇനി അടുത്തത് 12 സമഭാഗങ്ങളാക്കുന്ന രീതി. അടുത്ത പഠന പ്രവർത്തനം, ഒരു വൃത്തത്തെ പപ്പടവട്ടത്തിൽ വരച്ചിട്ടുള്ള ഒരു വൃത്തത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? 12 സമഭാഗങ്ങളാക്കി മാറ്റുന്നത് എങ്ങനെയെന്ന് നോക്കാം. അടുത്ത പഠന പ്രവർത്തനം, എല്ലാവരും റെഡിയാണല്ലോ? ബുക്ക് എടുത്ത് പെൻസിലൊക്കെ എടുത്ത് മട്ടം സെറ്റ് സ്ക്വയർ എല്ലാം കയ്യിലുണ്ടല്ലോ അല്ലേ? എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. അടുത്ത് നമ്മൾ പപ്പട വട്ടത്തിൽ ഒരു വട്ടം വരയ്ക്കുകയല്ലേ? എന്നിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്? നമുക്ക് 12 തുല്യ ഭാഗങ്ങളാക്കി മാറ്റണം. ഇപ്പൊ എത്രയൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ തുടർ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? ആദ്യം വൃത്തത്തെ 4 സമഭാഗങ്ങളാക്കി, പിന്നീട് എന്ത് ചെയ്തു? 8 സമഭാഗങ്ങളാക്കി. ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? 12 സമഭാഗങ്ങളാക്കണം അല്ലേ? ഈ പപ്പടം ഷെയർ ചെയ്യാൻ ഒരുപാട് കൂട്ടുകാരിങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അതിനെ ഇങ്ങനെ കൂടുതൽ ആളുകൾക്ക് കൊടുക്കാനായിട്ട് അതിനെ സമഭാഗങ്ങളാക്കി മാറ്റുകയാണ്. അപ്പോൾ 4ഉം 8ഉം കഴിഞ്ഞു അല്ലേ? അടുത്ത പ്രവർത്തനം എന്താണ്?
നമ്മളിപ്പോ ഈ ചെയ്തിട്ടുള്ള നാല് സമഭാഗങ്ങളെയും 8 സമഭാഗങ്ങളെയും വ്യത്യസ്ത കളറുകൾ കൊടുത്തിട്ട് ഭംഗിയാക്കുവാൻ എന്റെ കുട്ടികളെല്ലാം ശ്രദ്ധിക്കുമല്ലോ. എല്ലാ കുട്ടികളും അത് ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് 12 ഭാഗങ്ങളാക്കാണ് വൃത്തത്തെ നമ്മൾ 12 സമഭാഗങ്ങളാക്കി മാറ്റുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി അടുത്ത മട്ടമാണ് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ ഈ മട്ടത്തില് ഈ മൂല ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ വൃത്തത്തെ 12 സമഭാഗങ്ങളാക്കിയിട്ട് മാറ്റുന്നത്. ഈ മട്ടമൂല എന്ന് പറയുമ്പോൾ ഇത് 30 ഡിഗ്രിയാണ്. ഇത് 60, ഇത് 90, ഇവിടെ 30. അതുപോലെ മറ്റേ മട്ടത്തിൽ ആദ്യം നമ്മൾ 4 സമഭാഗങ്ങളും 8 സമഭാഗങ്ങളൊക്കെ ആക്കി വൃത്തത്തെ അല്ലേ, ആ ഒരു പപ്പട വൃത്തത്തെ നമ്മൾ അങ്ങനെ സമഭാഗങ്ങളാക്കുമ്പോൾ 4 സമഭാഗങ്ങളാക്കുമ്പോൾ എടുത്തത് ഈ മട്ടമൂലയാണ്, 8 സമഭാഗങ്ങളാക്കാൻ എടുത്തത് ഈ മട്ടമൂലയാണ് ആണല്ലോ. അപ്പൊ അടുത്തത് ഇനി 12 സമഭാഗങ്ങളാക്കാൻ നമ്മൾ എടുത്തത് ഈ മട്ടത്തിലെ ഈ കൂർത്ത ഭാഗം കണ്ടില്ലേ, ഈ കൂർത്ത മൂല വെച്ചാണ് നമ്മൾ 12 സമഭാഗങ്ങളാക്കാൻ പോകുന്നത്. അപ്പൊ അതിനായി നമ്മൾ നേരത്തെ വരച്ചതുപോലെ തന്നെ വൃത്തം വരയ്ക്കുക. 3 സെന്റിമീറ്ററോ 4 സെന്റിമീറ്ററോ എടുത്ത് വരയ്ക്കാം. വരച്ചതിന് ശേഷം വൃത്ത കേന്ദ്രത്തിലേക്ക് ഈ മട്ടം വയ്ക്കാം. എന്നിട്ട് ഇങ്ങനെ വെച്ചല്ലോ, ഈ ഒരു മട്ടമൂല വൃത്ത കേന്ദ്രത്തിലാക്കുക. നിങ്ങളുടെ ബുക്കിൽ വരയ്ക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചാൽ നിങ്ങൾക്ക് ശരിക്ക് വരയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഒന്ന് വിട്ടിട്ട് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം കൂട്ടി യോജിപ്പിച്ചാൽ മതി. വൃത്ത കേന്ദ്രത്തിലേക്ക് കൂട്ടി യോജിപ്പിച്ചാൽ മതി. ഇനി ഇവിടെ വെക്കുന്നു, എന്നിട്ട് കൂട്ടി യോജിപ്പിക്കും. കേന്ദ്രത്തിലേക്ക് ഇവിടെ അതുപോലെ വരച്ച് പോവുക. അതിനെ കൂട്ടി യോജിപ്പിച്ചാൽ മത്സ്യന്റെ കേന്ദ്രത്തിലേക്ക് ഇത് വരച്ച് യോജിപ്പിക്കുക ഉണ്ടല്ലോ. ഇതേപോലെ കൂട്ടി യോജിപ്പിക്കുക, കേന്ദ്രത്തിലേക്ക് വരച്ച് യോജിപ്പിക്കുക. ഇവിടെ നിന്നും അതുപോലെ വരയ്ക്കാം. മട്ടത്തിന്റെ മട്ടമൂല വൃത്ത കേന്ദ്രത്തിലാവുന്ന രീതിയിൽ പിടിച്ചുകൊണ്ട് വരയ്ക്കുക. ഓരോ ഭാഗങ്ങളാക്കി വരയ്ക്കുക. ഈ ഒരു വരയിൽ തന്നെ മട്ടം വയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അവിടെ ഇളകരുത്. അപ്പോൾ നമ്മുടെ അളവുകളെല്ലാം തെറ്റും. ലാസ്റ്റ് ഇതാണ് സെൻറ്ററിലേക്ക് വരച്ച് നീട്ടി വരച്ചാൽ മതിയാവും. ഇതിനെല്ലാം നമുക്ക് സെൻറ്ററിലേക്ക് വരച്ച് യോജിപ്പിക്കാം. ഇനി എങ്ങനെയാണ് ഒരു വൃത്തത്തെ പപ്പട വട്ടത്തിലൊരു വൃത്തം വരച്ചു, അതിനെ നമ്മൾ എങ്ങനെയാണ് 12 സമഭാഗങ്ങളാക്കുന്നത് എന്നതാണ് ഈ ഒരു പ്രവർത്തനത്തിൽ പറയുന്നത്. എൻ്റെ കൂടെ വരച്ചു പോകുന്നില്ലേ നിങ്ങളെല്ലാവരും? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇനി ഇവിടെ അതുപോലെ വെച്ച് നമ്മൾ വരച്ച് യോജിപ്പിക്കും. എത്ര എണ്ണായി നോക്കാം, എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 കേട്ടല്ലോ. ഇത്തരത്തിലാണ് നമ്മൾ 12 സമഭാഗങ്ങളാക്കി മാറ്റുന്നത്. അപ്പോൾ 12 ആളുണ്ടെങ്കിൽ 12 ആൾക്കും തുല്യമായിട്ട് ഒരു പപ്പടത്തെ നമ്മൾ ഭാഗിച്ചു കൊടുക്കണമെങ്കിൽ എങ്ങനെയാണ്? ഈ ഒരു മട്ടത്തിലെ ഈ മട്ടമൂല ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്തു? വൃത്ത കേന്ദ്രത്തിലേക്ക് വെക്കുന്നു. എങ്ങനെയാണ് സെറ്റ് സ്ക്വയർ വെക്കുക എന്നൊക്കെ അറിയാലോ അല്ലേ? ഇങ്ങനെ ഈ പതിഞ്ഞ ഭാഗം നോട്ടിൽ ഇങ്ങനെ വെക്കുക, എന്നിട്ട് നീട്ടി വരയ്ക്കുക.
കുറച്ച് വിട്ടിട്ട് വൃത്തബിന്ദുവിലായിട്ട് ഇങ്ങനെ വരച്ചതിന് ശേഷം പിന്നീട് കണ്ട് കൂട്ടി യോജിപ്പിച്ചാൽ മതി, സെന്ററിലേക്ക് കൂട്ടി യോജിപ്പിച്ചാൽ മതി. ഇങ്ങനെ 12 സമഭാഗങ്ങളാക്കി കിട്ടിയല്ലേ. ഈ ഒരു പഠന പ്രവർത്തനത്തിൽ ഈ 12 ഭാഗങ്ങൾക്കും 12 കളറുകൾ കൊടുത്ത് ഭംഗിയാക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. എല്ലാവരും നോട്ട്ബുക്കിൽ പെൻസിൽ ഉപയോഗിച്ച് കോമ്പസ് ഉപയോഗിച്ച് വേണം ഈ വൃത്തം വരയ്ക്കാൻ. 3 സെന്റിമീറ്ററോ 4 സെന്റിമീറ്ററോ ഉള്ള വൃത്തം വരച്ച് 12 സമഭാഗങ്ങളാക്കി മാറ്റി 12 കളറുകൾ കൊടുത്ത് അതിനെ ഭംഗി കൂട്ടി നിങ്ങളുടെ ബുക്കിലേക്ക് ഭംഗിയാക്കി വരച്ച് വെക്കുക. ഈ പ്രവർത്തനം നിങ്ങൾക്ക് മനസ്സിലായോ? എങ്കിൽ അടുത്ത പ്രവർത്തനത്തിലേക്ക് കടക്കാം. അടുത്തത് ഈ ഒരു പപ്പടവട്ടത്തിലുള്ള ഈ വൃത്തത്തെ 12ന്റെ ഇരട്ടി എത്രയാ? 24 സമഭാഗങ്ങളാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അല്ലെ. അപ്പൊ എങ്ങനെയായിരിക്കും ഈ ഒരു വൃത്തത്തെ നമ്മള് 24 സമഭാഗങ്ങളാക്കുക? അപ്പൊ ഇനി അത് ചെയ്യാം. അതിനായി വൃത്തം മായ്ച്ചതിന് ശേഷം വൃത്തം വരയ്ക്കാം. ഏകദേശം ഒരളവുള്ള ഒരു വൃത്തം വരയ്ക്കുകയാണ് ഞാൻ ബോർഡിലായതുകൊണ്ട്. വൃത്തകേന്ദ്രം അടയാളപ്പെടുത്തി. ഇനി നമ്മള് 8 സമഭാഗങ്ങളാക്കാൻ എടുത്തത് എങ്ങനെയാ? 8 സമഭാഗങ്ങളാക്കാൻ വേണ്ടി എടുത്തത് ഇങ്ങനെയാണ് അല്ലെ. അപ്പോ ഈ ഒരു ഭാഗം, ഈ ഒരു മട്ടമൂല, അതായത് ഈ ഒരു മട്ടാണ് എടുത്തിട്ടുള്ളത്. നമുക്കറിയാം 8ഉം 4ഉം സമഭാഗങ്ങളാക്കാൻ എടുത്തത് ഏത് മട്ടമാണെന്നത് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. ഇനി ഈ മട്ടത്തിലെ ഈ മൂല വെച്ചാൽ നമ്മള് 8 ഭാഗങ്ങളാക്കിയത്. അപ്പൊ അതുപോലെ വരച്ച് ഇതിൽ 12 ഭാഗങ്ങളാക്കുന്നത് 24 സമഭാഗങ്ങളാക്കുന്നത് എങ്ങനെയെന്നതാണ് ഇവിടെ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ ആദ്യം 45 ഡിഗ്രിയിലെ ഈ മട്ടത്തിലെ ഈ ഒരു ഭാഗം, ഈ ഒരു മട്ടമൂല വെച്ച് കോണ് വരച്ചു അല്ലേ. ഇതിനെ കോണുകൾ എന്നാണ് പറയുക. ഇനി അതില് രണ്ടാമത്തെ മട്ടത്തിലുള്ള 30 ഡിഗ്രി വെച്ച് നമ്മൾ 12 സമഭാഗങ്ങളാക്കാൻ വേണ്ടി എടുത്ത മട്ടമൂല ഉണ്ടല്ലോ, അതെടുത്ത് വരച്ചു അല്ലേ. 12 ഇത് ഇത്രയും ഭാഗമാണ് നമ്മൾ വരച്ചത് ഈ ഒരു മട്ടം വെച്ചിട്ട് അല്ലേ. അതിനായിട്ട് കളർ ചെയ്യുക. അത് ഇത്രയും ഭാഗമാണ്, അത് നമുക്ക് വേണ്ട. അപ്പൊ നമുക്ക് കിട്ടിയ ഭാഗം എത്രയാ? ഇത്രയുമാണ് നമ്മളുടെ അളവ്. അത് ഡിവൈഡർ കണ്ടല്ലോ, ഡിവൈഡർ ആണിത്. ഈ ഡിവൈഡർ വെച്ച് ഇത്രയും ഭാഗം മാർക്ക് ചെയ്യാം. കണ്ടില്ലേ എങ്ങനെയാണ് 24 സമഭാഗങ്ങളാക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ 45 ഡിഗ്രിയുടെ മട്ടം, അതായത് 8 സമഭാഗങ്ങളാക്കാൻ എടുത്തിട്ടുള്ളത് വെച്ച് 8 എണ്ണം അല്ലെ ഇതുപോലെ നമ്മൾ വരച്ചു. അതിൽ നിന്ന് ഏതിനെ കളഞ്ഞു? 12 സമഭാഗങ്ങളാക്കാൻ എടുത്തിട്ടുള്ള കോണ് നമ്മളത് കളയുകയാണ്. അപ്പൊ നമുക്ക് കിട്ടിയത് എത്രയാ? ഇത്രയും അളവ്. നമ്മൾ മായ്ച്ചു കളയും. കണ്ടോ? ഇതാണ് നമുക്ക് കിട്ടിയത്. അത് ഡിവൈഡറിൽ അളക്കുക. അളന്നതിന് ശേഷം ഡിവൈഡറിലോ അല്ലെങ്കിൽ കോമ്പസിലോ അളക്കുക. കോമ്പസിൽ ഇതുപോലെ പെൻസിൽ വെച്ച് നമ്മൾ ഇത്രയും അളക്കുക. ഇനി എന്ത് ചെയ്യുക? ഇതെല്ലാം എല്ലായിടത്തും മാർക്ക് ചെയ്യുക. ഇവിടെ മാർക്ക് ചെയ്തു. ഇങ്ങനെ മാർക്ക് ചെയ്ത് ഈ സർക്കിൾ മുഴുവൻ ഇതുപോലെ മാർക്ക് ചെയ്ത് പോകും ഇത്രയും ഡിസ്റ്റൻസിൽ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 24. കണ്ടോ? ഇങ്ങനെ മാർക്ക് ചെയ്യും. ഇനി ഇതിനെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? വൃത്ത കേന്ദ്രത്തിലേക്ക് നീട്ടി യോജിപ്പിക്കാം. ഇത് വരച്ച് യോജിപ്പിക്കാം. ഇതെല്ലാം ഇതുപോലെ വരച്ച് യോജിപ്പിക്കാം. എല്ലാവരും ചെയ്തു നോക്കൂ. ഇതുപോലെ കണ്ടോ? ഇതേ രീതിയിൽ വരച്ച് യോജിപ്പിക്കാം. അങ്ങനെ വരച്ച് പോയാൽ നമുക്ക് എത്രണ്ണം കിട്ടും? 24 സമഭാഗങ്ങളാക്കി മാറ്റാം. അത് ഇതുപോലെ ചെയ്യുക. നമ്മൾ പറഞ്ഞതാണ്. ആദ്യം ഈ മട്ടമൂല വെച്ചിട്ട് വരച്ച് വൃത്തബിന്ദു കേന്ദ്രത്തിലേക്ക് വരച്ചു. അതിൽ നിന്ന്
ഈ വട്ടത്തിന്റെ നീളമുള്ള ഈ മൂല വെച്ച് ഭാഗിച്ച് മാറ്റി ബാക്കി വരുന്ന ഭാഗം ഡിവൈഡറിൽ അളന്നെഴുതി ഡിവൈഡർ വെച്ച് അളന്നു അതിങ്ങനെ വൃത്തത്തിൽ മുഴുവനായിട്ടും ഇങ്ങനെ മാർക്ക് ചെയ്ത് പോവുക. അങ്ങനെ മാർക്ക് ചെയ്ത് തുടങ്ങിയിടത്തെത്തി അത് അവസാനിക്കുമ്പോൾ എത്ര വരകളാണ് നമുക്ക് കിട്ടുക? 24 സമഭാഗങ്ങളായിട്ട് നമുക്ക് കിട്ടും. ഇങ്ങനെ ഈ മാർക്ക് ചെയ്ത ഒന്നില്ലെങ്കിൽ ഡിവൈഡർ വെച്ച് മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ കോമ്പസിൽ ഇതുപോലെ പെൻസിലിട്ട് മുറുക്കി നമുക്ക് ആ ഭാഗം ഇങ്ങനെ മാർക്ക് ചെയ്ത് പോവാം. അങ്ങനെ വൃത്തത്തിൽ മുഴുവനായിട്ടും അങ്ങനെ മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗത്തെ നമ്മളിങ്ങനെ വൃത്ത കേന്ദ്രത്തിലേക്ക് വരച്ച് യോജിപ്പിക്കുക. ടോട്ടൽ എത്ര ഭാഗങ്ങളായി? 24 ഭാഗങ്ങളായിട്ട് കിട്ടും. അതായത് നമുക്ക് ഈ ബാക്കിയായിട്ട് വന്നത് 15 ഡിഗ്രി വെച്ചിട്ട് നമ്മൾ ഈ വൃത്തത്തെ അളന്നെഴുതുകയാണ് ചെയ്യുന്നത്. 24 സമഭാഗങ്ങളാക്കുന്നത് എങ്ങനെയെന്ന് പഠിച്ചു. ഈ 24 സമഭാഗങ്ങളാക്കിയതിനെ 24 കളറുകൾ കൊടുത്ത് ഭംഗിയാക്കുവാൻ കുട്ടികൾ ശ്രദ്ധിക്കുമല്ലോ. ഇന്ന് പഠിച്ച ഇത്രയും ഭാഗം നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ഈ ഭാഗങ്ങളെല്ലാം നിങ്ങളുടെ ബുക്കിൽ പറഞ്ഞ അളവ് പ്രകാരം വരച്ച് കളറ് കൊടുത്ത് ഭംഗിയാക്കുക. എത്ര പ്രവർത്തനങ്ങളാണ് പറഞ്ഞത് ഇന്നത്തെ ക്ലാസ്സിൽ? ആദ്യം പറഞ്ഞത് ഒരു വൃത്തത്തെ 4 സമഭാഗങ്ങളാക്കുന്നത് പറഞ്ഞു. 4 ഭാഗങ്ങൾക്കും 4 കളറുകൾ കൊടുത്ത് ഭംഗിയാക്കുക. അടുത്തതായിട്ട് 8 സമഭാഗങ്ങളാക്കുന്നത് എങ്ങനെയെന്നത് പറഞ്ഞു. അതിനുപയോഗിച്ച മട്ടം ഏതാണെന്നുള്ളതും പറഞ്ഞു കഴിഞ്ഞു അല്ലേ? അതിനുശേഷം 12 സമഭാഗങ്ങളാക്കി 12 കളർ കൊടുത്ത് ഭംഗിയാക്കുക. ഈ 12നെ വീണ്ടും നമ്മൾ എത്ര ഭാഗങ്ങളാക്കി മാറ്റുന്ന ഒരു വൃത്തത്തെ? 24 സമഭാഗങ്ങളാക്കി മാറ്റിക്കൊണ്ട് എങ്ങനെയാണ് കളർ കൊടുത്ത് ഭംഗിയാക്കുക എന്നതും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഇതിന്റെ ഭാഗം കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അടുത്ത ക്ലാസ്സിലാവട്ടെ. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. കൂട്ടുകാർക്കെല്ലാം നന്ദി.